കാലഹരണപ്പെട്ട കരാറുകളൊക്കെ തന്നെ പരിശോധിക്കും. കഴിഞ്ഞില്ലേ? പല കാര്യങ്ങളും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്രട്ടറിയായിട്ട് സംസാരിച്ചാൽ കുറച്ച് തെരുവ് നായ്ക്കളുടെ ഷെൽട്ടറിൽ അടയ്ക്കുന്ന വിഷയമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ രാവിലെ കാണാൻ വന്നിരുന്നു. സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് സംസാരിച്ചിട്ട് കോടതിയിൽ നിലവിലുള്ള ലോവർ കോർട്ടിലും ഹൈക്കോർട്ടിലും നിലവിലുള്ള കേസുകളുടെ അവസ്ഥ നമ്മുടെ ലീഗൽ ഓഫീസറെ വിളിച്ചിരുന്നു. അവരും സ്റ്റാൻഡിംഗ് കൗൺസിലും സെക്രട്ടറിയായിട്ട് ഇരുന്നിരുന്നു. കേസുകളുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളുണ്ട്, അതിൻ്റെ പൊസിഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാവിലെ മുതൽ 9 മുതൽ തന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അലക്സിന് അറിയാതെ എനിക്കിനൊന്നും പറയാൻ സാധിക്കില്ല, ഞാൻ പറയില്ല. ഞാൻ പറയാത്തൊന്നും ദൈവം കൊടുക്കരുത്. ഇല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ മുഴുവനും പ്രത്യേകിച്ചും LDF ഭരിച്ചിരുന്നപ്പോഴേക്കും ഇതുപോലെ കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ നിരവധി ഓഫീസുകൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ട്, കൈവശം വച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യണം, അതൊക്കെ തന്നെ പരിശോധിക്കണം. അല്ല, അത് ആവശ്യമാണ്. കാരണം ഞാൻ പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. നിങ്ങളിപ്പോൾ പൂജപ്പുര പോയി നോക്കിയാൽ അറിയാം, ഒരു 2 ടേബിൾ ഇട്ട് 2 ചെയർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓഫീസിൽ പിന്നെ ഒരാളിന് കയറാൻ പോലും പറ്റില്ല. വന്നിട്ടുണ്ട് അവിടെ പൂജപ്പുര മാർക്കറ്റ് ബിൽഡിങ്ങിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രവർത്തിച്ച ഒരു ഓഫീസുണ്ട്. 2 ടേബിൾ ഇടാം, ക്ലർക്കിനും എനിക്കും ഇരിക്കാനുള്ള ഒരു ചെയറും ഉണ്ട്. പക്ഷേ ഒരു 10-15 ആൾക്കാരുള്ള ഒരു വാർഡിൻ്റെ ഓഫീസിൽ ഒരു 10 പേര് വന്ന് കയറി ഇരിക്കാനായിട്ട് സുഖമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ വന്ന് പറയാൻ സ്ഥലമില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പറയാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് ഈ അവസരം ചർച്ച ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ ഗോവയിലേക്ക് ഒരു MLA ഒരു അസംബ്ലി മണ്ഡലത്തിൽ 15,000-20,000 വോട്ടർമാരൊക്കെയാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൽ തന്നെ 15,000-20,000 വോട്ടർമാർ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരു MLA നിലവാരത്തിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തന സൗകര്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഉയരേണ്ട ഒരു പ്രദേശമാണ്. അപ്പോൾ കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള സൗകര്യം ഉണ്ടാകണം. അത് ഏത് സിസ്റ്റമാണ് ചെയ്തു കൊടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണോ കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നാണോ, അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അവർക്ക് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാവണം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉണ്ടാകണം, ജനങ്ങൾ വന്ന് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടാകണം, അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരുടെ പരമാവധി എഫിഷ്യൻസി നാടിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പല കൗൺസിലർമാർക്കും ഓഫീസില്ല. അവർ സ്വന്തമായിട്ട് പലരും ഇപ്പോൾ വീട്ടിലാണ്. വനിതകളൊക്കെ സ്വന്തമായിട്ട് പണം കണ്ടെത്താൻ സാധിക്കാത്ത വനിതകളൊക്കെ തന്നെ സ്വന്തം വീട്ടിലൊരു റൂമോ ചെറിയ വീടൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതൊക്കെ നിങ്ങളും പോയി നേരിട്ട് കാണണം. അപ്പോൾ അതിനൊക്കെ സൗകര്യം ഉണ്ടാവും. കേട്ടറിവാണ്, രേഖകൾ നോക്കണം, റെസിപ്റ്റ് എടുക്കണം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കാണുമ്പോൾ ഒരു ജനപ്രതിനിധി ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ആ വാടക നമ്മൾ അതിനൊന്നും അത്രയും കാര്യമായി ചോദിക്കുന്നതിന് കാര്യം. പക്ഷേ ശബരിനാഥനടക്കം പറയുന്നത് ഈ സെന്റർ പോലൊരു സ്ഥലത്ത് 15,000 രൂപയൊക്കെ വാടക കിട്ടേണ്ട ഒരു സ്ഥലത്ത് ഇത് വളരെ കുറഞ്ഞൊരു തുകയാണ്. അങ്ങേക്കും ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിന് നൽകുന്ന വാടക കുറഞ്ഞതാണ് എന്നുള്ളതാണോ മേയറുടെ കാഴ്ചപ്പാട്? അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ബാക്കിയെല്ലാം ചർച്ചകൾ കഴിഞ്ഞ് നിയമപരമായ വശമൊക്കെ പരിശോധിച്ച് പറയുന്നു. കൊമേഴ്സ്യൽ കോംപ്ലക്സിന് മാർക്കറ്റ് വാല്യൂ കോർപ്പറേഷൻ കിട്ടണം. മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങൾക്കൊക്കെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇരുന്ന് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ലാഭമുണ്ടാക്കുന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്ന അതേ വാടക
കോർപ്പറേഷൻ കിട്ടണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന അതേ ഡെപ്പോസിറ്റ് കോർപ്പറേഷൻ കിട്ടിയൊക്കെ. അല്ല, നിയമപരമായിട്ട് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, ജനങ്ങൾ വരുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായവും സൗകര്യവും ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തു കൊടുക്കണം. പോരെ, കഴിഞ്ഞില്ലേ? അതായത് കോർപ്പറേഷൻ്റെ, ഞാൻ പറഞ്ഞില്ല അനു, ഇത് ലാസ്റ്റ് ചോദ്യം കൊണ്ടെല്ലാം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ, സ്വകാര്യ വ്യക്തികളെടുത്ത് ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഇതിന് കിട്ടേണ്ട വാടക കിട്ടാൻ കോർപ്പറേഷൻ അർഹതയില്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.